നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഒരു മധുരമാണ്. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ചിലപ്പം കുറച്ച് ബ്രെഡ് മാത്രം ബാക്കിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെയുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബ്രെഡ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് വേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നും. ഇതിനായിട്ട് നമ്മളിവിടെ 5 സ്ലൈസസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ വൈറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ്, വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് ഉപയോഗിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് ശർക്കര, അതായത് ചിരകിയ ശർക്കരയോ അല്ലെങ്കിൽ പൊടിച്ച ശർക്കരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ കുറച്ച് ഈന്തപ്പഴവും അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോൾസ് ആക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് ആക്കി എടുക്കാം. ഞാൻ ബോൾസ് ആണ് ആക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്ക് കൈവച്ച് ബോൾസ് ആക്കാം. അപ്പം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഫ്രൈ ആയി കിട്ടണ്ട, അതായത് ബ്രെഡാണല്ലോ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ള നമ്മളെ സ്നാക്സ് എന്താ, ബ്രെഡ് ബോൾ എന്നൊക്കെ പറയാമല്ലേ, റെഡി ആയിട്ടുണ്ട്. നമ്മൾ എളുപ്പം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി ബ്രെഡൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ കഴിച്ചു വരുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, ബ്രെഡ് പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.